ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ളൊരു ഡെസേർട്ടാണ്. ഈദ് സ്പെഷ്യലായിട്ട് അറബികളുടെ പ്രിയപ്പെട്ട അറേബ്യൻ പുഡിങ്ങാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ പുഡിങ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 1/2 ലിറ്റർ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇനി പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം ഈ ഒരു പാനിൽ പറ്റി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ പാല് തിളച്ച് വരുന്ന സമയത്തിന് നമുക്കിതിലേക്ക് വേണ്ടുന്ന ഒരു മിക്സ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തന്നെ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഈ കസ്റ്റാർഡ് പൗഡർ ഡയറക്റ്റ് ചേർത്തിട്ടുണ്ട്, ഇത് കട്ട പിടിച്ച് കിടക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ മിക്സാക്കിയിട്ട് ചേർക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പാല് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴേക്കും ഇത് ചെറുതായിട്ട് നല്ലൊരു ക്രീമി ടെക്സ്ചറായിട്ട് വരും കേട്ടോ. നല്ലതായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നല്ല പോലെ ഒന്ന് നല്ലൊരു ക്രീമി ടെക്സ്ചറായിട്ട് വരും. അത്രയും വന്നാൽ മതി, ഒരുപാട് കുറുകി വരേണ്ട കാര്യമില്ല. അപ്പോൾ അതായത് ഇപ്പോൾ കണ്ടില്ലേ, നല്ല പോലെ ഒരു ക്രീമി ടെക്സ്ചറായിട്ടാണ്. അതുപോലെ നല്ലൊരു ഫ്ലേവറുമാണ് കേട്ടോ ഇതിൻ്റെ, നല്ലൊരു മണമാണ് ഇതിൻ്റെത്. അപ്പോൾ അത് ഇത്രയും ആയി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി വേണ്ടത് കുറച്ച് ബ്രെഡ്, അതായത് സൈഡൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് വേണം കേട്ടോ എടുക്കാനായിട്ട്. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ബ്രെഡിൻ്റെ ടേസ്റ്റായിട്ട് ബ്രെഡാണെന്ന് നമുക്ക് മനസ്സിലാവും. മറ്റേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ബ്രെഡാണെന്ന് മനസ്സിലാവത്തേ ഇല്ല. നല്ല ഫ്രഷ് ബ്രെഡ് വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ ഇത് സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ പാലിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് ഒരു കസ്റ്റാർഡിലൊക്കെ നല്ലപോലെ കുതിർന്ന് നല്ല സെറ്റായിട്ട് വരും കേട്ടോ. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു പുഡിങ്ങാണ് ഇത്. ഒരു ക്രീമി ടെക്സ്ചറായിട്ടുള്ള പുഡിങ്ങാണ്, അല്ലാതെ നമുക്ക് കട്ട് ചെയ്ത് അങ്ങനത്തെ ടൈപ്പ് പുഡിങ് അല്ല ഇത്. കുറച്ചുകൂടെ ഒരു ക്രീമി ടെക്സ്ചറാണ് കേട്ടോ. അപ്പോൾ അത് 2 ലെയറായിട്ടാണ് കേട്ടോ ബ്രെഡ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഈ ഒരു പാലിൻ്റെ കസ്റ്റാർഡിൻ്റെ ആ ഒരു പാലിൻ്റെ മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് സമയത്തേക്കൊന്ന് ഫ്രിഡ്ജിലിട്ടൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം കേട്ടോ. ഇതിപ്പോൾ കുറച്ച് സമയത്തേക്കുള്ളതുകൊണ്ട് നമ്മൾ ഫ്രീസറിലായിട്ടാണ് വയ്ക്കുന്നത്. 10 മിനിറ്റ് സമയത്തേക്ക് ഫ്രീസറിലായിട്ടാണ് ഞാനിത് വച്ചെടുത്തത് കേട്ടോ. ഞാനിത് ഇതുപോലെ തന്നെ ഒരു ചെറിയൊരു ബോക്സിലും കൂടെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ, ഈ സെയിം രീതിയിൽ തന്നെ. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കണമെങ്കിലോ, അതായത് നമുക്ക് എന്താ പറയുക, ഇപ്പോൾ പെരുന്നാളൊക്കെ ആകുമ്പോൾ നൈബേഴ്സിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റായിട്ടൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ഇതുപോലെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അതുപോലെ സെയിൽ ചെയ്യണവർക്കും ഇതുപോലെ ചെറിയ ബോക്സുകൾ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ അതുപോലെ വെച്ചിട്ട് നമുക്ക് സെയിൽ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതും ഒരു 10 മിനിറ്റ് സമയത്തേക്ക് ഫ്രീസറിലിട്ട് സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുകയാണ് കേട്ടോ. ഇനി ഒരു ബൗളിലേക്ക് ഒരു ടിന്ന് ഫ്രഷ് ക്രീമാണ് ചേർത്തിരിക്കുന്നത്, ചെറിയ പാക്കറ്റ് ഉണ്ടല്ലോ അത്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ, അതാണ് ചേർത്തിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് നമുക്ക് പഞ്ചസാര പൊടിച്ച് വേണമെങ്കിൽ അതും ചേർക്കാവുന്നതാണ് കേട്ടോ. പിന്നെ എപ്പോഴും കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുകയാണെങ്കിൽ അതിനായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇതും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അത് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ആ ഒരു പുഡിങ്ങിൻ്റെ മിക്സിൻ്റെ മുകളിലിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതുവരെ ഒരു തവി വെച്ചിട്ട് ഒഴിക്കണതെന്ന് വെച്ചാൽ ശരിക്കും കുഴിഞ്ഞ് ഇങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ലതായിട്ട്, അതായത് 2 ലെയർ പോലെ തന്നെ. മറ്റേത് താഴത്തൊരു മഞ്ഞ കളറ് ലെയറായിരിക്കും കേട്ടോ, മുകളിലൊരു വൈറ്റ് കളറും. അപ്പോൾ അങ്ങനെ തന്നെ വരാൻ പാകത്തിനായിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്തത്. പിന്നെ ഇതിന് മുകളിലായിട്ട് നമുക്ക് ഞാനിവിടെ നമ്മുടെ പിസ്ത ഉണ്ടല്ലോ, പിസ്ത ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലാണ് വയ്ക്കുന്നത്. 2 മണിക്കൂറെങ്കിലും മിനിമം വയ്ക്കണം കേട്ടോ. ഫ്രിഡ്ജിലാണ് വയ്ക്കുന്നത്, ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് കേട്ടോ വയ്ക്കുന്നത്. മിനിമം വയ്ക്കണം. നമ്മൾ ഓവർനൈറ്റ് വയ്ക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല കുതിർന്ന് നല്ല രസമായിരിക്കും, നല്ല ക്രീമി ആയിട്ടുള്ള ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ ഇത്. നമ്മൾ വിചാരിക്കും ബ്രെഡല്ലേ, അപ്പോൾ അങ്ങനെ അത്ര വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു ചിന്തകളൊന്നും വേണ്ട. ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ചെറിയ ബോക്സിൽ ഉണ്ടാക്കി വെച്ചതും സെയിം ആയിട്ട് തന്നെ ഫില്ല് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതുപോലെ നട്ട്സൊക്കെ ചോപ്പ് ചെയ്തെടുക്കുകയാണ് ഞാൻ. അപ്പോൾ നട്ട്സിൻ്റെ ഈ ചോപ്പർ ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ലതാണ് കേട്ടോ, നല്ല ചോപ്പറാണത്. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും ഇത് നല്ലപോലെ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുകയെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് നല്ലപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല, ഒരു ക്രീമി ടെക്സ്ചറാണല്ലോ. അപ്പോൾ ചെറുതായിട്ടൊരു ക്രീമായിട്ട് തന്നെ ഉണ്ടാവും, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. ഉറപ്പായിട്ട് എല്ലാവർക്കും ഇഷ്ടമാവും. അതുപോലെ നട്ട്സിൻ്റെയൊക്കെ ഒരു പീസസൊക്കെ വരുമ്പോൾ നല്ല രസമാണ് ഇത് കഴിക്കാനായിട്ട്. നട്ട്സൊക്കെയാണ് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിടണം കേട്ടോ, വലിയതായിട്ടൊന്നും അരിഞ്ഞിടരുത്, ചെറുതായിട്ട് അരിഞ്ഞിടണം.
അപ്പോൾ ഫ്രഷ് ക്രീമിന് പകരമായിട്ട് നമ്മുടെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഫ്രീസറിൽ ഒരുപാട് സമയം വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐസില്ലേ അതുപോലെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജിൽ തന്നെ വെച്ച് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷസ് ക്രിയേഷൻസ്.